തിരുവനന്തപുരത്തെ പരിശോധന പൂർത്തിയാക്കി ഇ.ഡി. ഉദ്യോഗസ്ഥർ മടങ്ങിയപ്പോൾ അക്രമാസക്തരാവുകയായിരുന്നു. പുറത്ത് തമ്പടിച്ചു നിന്നിരുന്ന CPM പ്രവർത്തകർ. കാറിന്റെ ചില്ലുകൾ ഉൾപ്പെടെ തകർത്തുകൊണ്ടുള്ള വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. സുനിൽ ഐസക്കുണ്ട് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകാൻ. സുനിൽ, അവിടെ നിന്ന് പരിശോധന പൂർത്തിയാക്കി ഇ.ഡി. ഉദ്യോഗസ്ഥർ മടങ്ങിയപ്പോൾ പുറത്തെന്താണ് അരങ്ങേറിയത്? ഭാഗത്തുള്ള റോഡിൽ വലിയ തോതിലുള്ള സംഘർഷം പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു എന്ന് അക്ഷരാർത്ഥത്തിൽ നമുക്ക് പറയാൻ. ഹലോ സുനിൽ, കേൾക്കാം, പറഞ്ഞോളൂ. ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണോ ആ വീടിന് മുന്നിൽ? സംഘർഷാവസ്ഥ പൂർണ്ണമായും മാറിയിട്ടുണ്ട്. കാരണം ഇ.ഡി. ഉദ്യോഗസ്ഥരും അവർക്കൊപ്പം ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരും പൂർണ്ണമായും അവരിവിടുന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു. അവർ സഞ്ചരിച്ചിരുന്ന 2 വാഹനങ്ങൾ പ്രവർത്തകർ അതിൻ്റെ വാഹനത്തിൻ്റെ ചില്ലുകൾ അടിച്ചു തകർത്തു. വളരെ പണിപ്പെട്ടാണ് പോലീസിന് പ്രവർത്തകർക്കിടയിൽ നിന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഒപ്പം ഇ.ഡി. ഉദ്യോഗസ്ഥരെയും ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധിച്ചത്. പോലീസിന്റെ ഭാഗത്ത് വലിയ പിഴവ് സംഭവിച്ചുവെന്ന് പറയാതിരിക്കാനാവില്ല. കാരണം 100 കണക്കിന് പ്രവർത്തകർ രാവിലെ മുതൽ തന്നെ ഈ വീടിന് പുറത്ത് തമ്പടിച്ചിരുന്നു. സ്വാഭാവികമായും അവർ ഇ.ഡി. ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയം ഏതാണ്ട് പരിശോധന കഴിഞ്ഞു എന്ന വിവരവും പോലീസിനെ അറിയിച്ചതാണ് വളരെ കൃത്യമായി. ആ സമയത്ത് ഇ.ഡി. ഉദ്യോഗസ്ഥർക്ക് പുറത്തേക്ക് ഇറങ്ങി പോകാനുള്ള ഒരു സംവിധാനം പോലീസ് ഒരുക്കേണ്ടതായിരുന്നു. നേരത്തെ നേതാക്കളുമായി സംസാരിച്ച് ഒരു ഭാഗത്തേക്ക് പ്രവർത്തകരെ പൂർണ്ണമായും മാറ്റിയതാണ്. ഈ വീടിന്റെ ഇടതുഭാഗത്തേക്ക് പൂർണ്ണമായും പ്രവർത്തകരെ മാറ്റി വലതു ഭാഗത്ത് പോലീസ് ഇവർക്ക് കടന്നു പോകാനുള്ള വഴി ഒരുക്കുകയും ചെയ്തു. എന്നാൽ ഇ.ഡി. ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങാൻ പിന്നെയും വൈകി. ഏതാണ്ട് 8.5 മണിക്കൂറിന് ശേഷമാണല്ലോ ഇ.ഡി. ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നത്. ഈ സമയത്ത് പക്ഷേ പോലീസിന്റെ കയ്യിൽ നിന്ന് പൂർണ്ണമായും നിയന്ത്രണം നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായി. ആ ഭാഗത്തേക്ക്, അതായത് പോലീസ് ഇ.ഡി. ഉദ്യോഗസ്ഥർക്ക് കടന്നു പോകാൻ വഴിയൊരുക്കിയ ബേക്കറി ജംഗ്ഷൻ ഭാഗത്തേക്കുള്ള റോഡിലേക്ക് പ്രവർത്തകർ വീണ്ടും കൂട്ടത്തോടെ സംഘടിച്ചെത്തി. ആ പ്രവർത്തകർക്കിടയിലൂടെയാണ് ഇ.ഡി. ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് കാറിൽ കയറിയ സമയം മുതൽ തന്നെ വലിയ തോതിലുള്ള കൂക്കുവിളികൾ പ്രവർത്തകരുടെ ഭാഗത്തുണ്ടായി. ഇ.ഡിക്കെതിരായ മുദ്രാവാക്യം വിളികൾ ഉണ്ടായി. അതിനുശേഷം ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയം മുതൽ ഇ.ഡി. ഉദ്യോഗസ്ഥരുടെ വാഹനത്തിന് നേരെ കുപ്പിയും കല്ലും ഒപ്പം വലിയ വടികളുമൊക്കെ പ്രവർത്തകർ വലിച്ചെറിഞ്ഞു. അത് അവഗണിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയ ഇ.ഡി. ഉദ്യോഗസ്ഥരുടെ വാഹനം റോഡിൽ പ്രവർത്തകർ തടഞ്ഞു. തുടർന്ന് 2 വാഹനങ്ങളുടെ ചില്ലുകൾ പ്രവർത്തകർ അടിച്ച് തകർത്തു. ബോണറ്റിലും അതുപോലെ തന്നെ വണ്ടിയുടെ മുകൾ ഭാഗത്തുമൊക്കെ കൈകൊണ്ടും വടികൊണ്ടും ഹെൽമറ്റ് ഉപയോഗിച്ചുമൊക്കെ പ്രവർത്തകർ ആഞ്ഞടിച്ചു. അതിനിടയിൽ പ്രവർത്തകർക്കിടയിൽ നിന്ന് ഇവരെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം പോലീസിനുണ്ടായി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മതിയായ പോലീസ് സംവിധാനം ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് വിരലിലെണ്ണാവുന്ന പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവർക്ക് പക്ഷേ ഇവരെ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. നേതാക്കൾക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ രൂപപ്പെട്ടു. അതോടുകൂടി പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തി. പിന്നീട് പോലീസ് വളരെ പണിപ്പെട്ടാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഇ.ഡി. ഉദ്യോഗസ്ഥരെയും ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കിയത്. അതിന് പിന്നാലെ തന്നെ ഈ വീടിന്റെ ഗേറ്റ് തുറന്നിരുന്നു. തുറന്ന ഗേറ്റിനുള്ളിൽ നിന്ന് പ്രവർത്തകർ പിണറായിയുടെ വീടിന്റെ മുറ്റത്തേക്ക് ഇരച്ച് കയറിയെത്തി. ആ സമയത്ത് പക്ഷേ അപ്രതീക്ഷിതമായി പിണറായി പുറത്തേക്ക് വരികയും പ്രവർത്തകരെ കൈവീശി അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. തുടർന്ന് പിണറായി മാധ്യമങ്ങളോടും പ്രവർത്തകരോടുമായി സംസാരിച്ചു. ഇത് കൃത്യമായി ഒരു രാഷ്ട്രീയ അജണ്ട ഇതിന് പിന്നിലുണ്ട്. കഴിഞ്ഞ ഏറെക്കാലമായി തൻ്റെ വീട്ടിൽ കയറി പരിശോധന നടത്തുമെന്ന് ആഗ്രഹിച്ചിരുന്ന ചില ആളുകളുണ്ട്. എന്താണ് തന്നെ ചോദ്യം ചെയ്യാത്തതെന്നും എന്താണ് തന്നെ അറസ്റ്റ് ചെയ്യാത്തതെന്നും രാഹുൽ ഗാന്ധി ചോദിച്ച കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പക്ഷേ ഈ മോദിയെയോ അല്ലെങ്കിൽ അമിത്ഷായോ ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ അദ്ദേഹം ഇപ്പോൾ നടത്തിയ പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തിയില്ല. അത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. രാഹുൽ ഗാന്ധിയെ വലിയ തോതിൽ അതിശക്തമായ രീതിയിൽ രാഹുൽ ഗാന്ധി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നടത്തിയ പ്രസ്താവനയെ വലിയ തോതിൽ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു. ഇതിൽ കൃത്യമായൊരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. തന്നെ രാഷ്ട്രീയമായി വേട്ടയാടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു നീക്കം നടന്നതെന്നാണ് പിണറായി ആരോപിച്ചത്. മാത്രമല്ല, നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം. ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അത് പറയാനുള്ള സമയമുണ്ട്, സാഹചര്യമുണ്ട്. അത് പിന്നീട് വിശദമായി പറയാം. എന്തായാലും അതുവരെ ഇപ്പോൾ തൽക്കാലം നമുക്ക് അവിടെ നിന്ന് പ്രവർത്തകരെല്ലാവരും പിരിഞ്ഞു പോയോ? ഇല്ല, ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് പിണറായി വിജയന്റെ വീടിന് മുൻഭാഗത്താണ്. നോക്കൂ, ഈ വീടിന്റെ മുൻഭാഗത്ത് ഇപ്പോഴും നിരവധിയായിട്ടുള്ള പ്രവർത്തകരുണ്ട്. ഒപ്പം മാധ്യമ പ്രവർത്തകരുണ്ട്. എല്ലാവരും ഈ വീടിന്റെ പുറത്തായി ഇങ്ങനെ
കാത്തു നിൽക്കുന്നുണ്ട്. പിണറായി ഉള്ളിലേക്ക് കയറിപ്പോയി. അല്പസമയം മുമ്പ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. മുൻ MLA VK പ്രശാന്തും അതുപോലെ മറ്റ് ചില നേതാക്കളും മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ കരുതുന്നത് V ശിവൻകുട്ടി അടക്കമുള്ള നേതാക്കൾ ഈ വീടിനുള്ളിൽ ഉണ്ടോ എന്ന് ഒരു സംശയമുണ്ട്. നേരത്തെ കടകംപള്ളി സുരേന്ദ്രൻ ആ വീടിനുള്ളിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ടില്ല. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പക്ഷേ പിണറായിയുമായി സംസാരിച്ച ശേഷം ഇറങ്ങിപ്പോയി. എന്തെങ്കിലും ED എഴുതി നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചെങ്കിലും അദ്ദേഹം അതിന് കൃത്യമായ മറുപടി നമ്മളോട് നൽകിയില്ല. എന്തായാലും ഇപ്പോ സുനിൽ, ഈ കേസുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു, ആരിൽ നിന്നൊക്കെ മൊഴിയെടുത്തു, വിവരങ്ങൾ തേടി, എന്തൊക്കെ രേഖകൾ അവിടെ നിന്ന് കൈപ്പറ്റി എന്നെ സംബന്ധിച്ചൊന്നും ഒരു വ്യക്തതയുമില്ല ഇപ്പോഴും. ഇത്തരം കാര്യങ്ങൾ നമുക്ക് കുറെ കൂടി ഒരു മിനിറ്റ് കഴിയും. ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് കുറെ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. അത് എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിച്ചത്, എന്തൊക്കെ കാര്യങ്ങളിലാണ് കൃത്യമായ എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചത്. സ്വാഭാവികമായും വീണ വിജയനെയാണ് ഏറെ നേരം പോലീസ് അവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. അതിൽ CMRലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സംശയങ്ങൾ, ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പണം നൽകിയെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഏതാണ്ട് 1,77,00,000 രൂപ അവരിൽ നിന്ന് കൈപ്പറ്റി എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. ആ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് വളരെ വിശദമായി വീണയോട് ചോദിച്ചറിഞ്ഞത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.